നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വലിയൊരു വിഭാഗം ജനങ്ങളെയും അലട്ടുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ പ്രതിവിധി എന്ത്, പരിഹാര മാർഗങ്ങൾ എന്ത് എന്ന വിഷയം തന്നെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ VG മിനി കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ന് എല്ലാവരെയും ഒരുപോലെ നേരിടുന്ന അല്ലെങ്കിൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണമായി പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായിട്ടും വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണങ്ങൾ നമ്മുടെ തെറ്റായ രീതിയിലുള്ള ആഹാരശീലങ്ങളും വ്യായാമം ക്രമം ഇല്ലാത്ത രീതിയിലുള്ള ആഹാരശീലങ്ങൾ, അതുപോലെ തന്നെ വ്യായാമ രീതികൾ, അതുപോലെ തന്നെ ശരീരം ഡീടോക്സിഫിക്കേഷൻ ചെയ്യാത്തത് മൂലമുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, ഈ ആരോഗ്യവും ജീവിതശൈലിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, സ്വാഭാവികമാണത്. നമ്മൾ എത്രത്തോളം ആരോഗ്യത്തെ കരുതലോടെ കാണുന്നു, അപ്പോൾ ജീവിതശൈലിയിലും സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഈ ആരോഗ്യവും ജീവിതശൈലിയും എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആയുർവേദ ശാസ്ത്രത്തിൽ തന്നെ, ആയുർവേദ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെ പരിപാലിക്കുന്ന, ആരോഗ്യത്തെ പരിപാലിക്കുന്ന ഒരു ശാസ്ത്രം എന്നാണ് വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനെ, അതുപോലെ തന്നെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ചര്യകളും ആ ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ അനുശാസിക്കുന്ന വിധികളനുസരിച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതെയാക്കുവാനും നമുക്ക് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്നൊരവസ്ഥ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ആയുർവേദ ശാസ്ത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ആയുസ്സിനെ പരിപാലിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓരോ ദിനചര്യ, ഋതുചര്യ, കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള ഋതുചര്യ, അതുപോലെ തന്നെ ശരീരത്തെ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിലുള്ള ശോധന ചികിത്സകൾ, രസായന ചികിത്സകൾ, അതുപോലെ തന്നെ രോഗം വരാതിരിക്കുവാനായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ, ഇവയെല്ലാം ചേർന്നിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം. അതിൽ തന്നെ നമ്മൾ ദിനം പ്രതി നമ്മൾ വർത്തിക്കേണ്ട ചര്യകളെല്ലാം ഇതിനകത്ത് തന്നെ അനുശാസിക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ അങ്ങനെ ഡോക്ടർ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ആയുർവേദത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പ്രേക്ഷകരോടൊന്ന് പറയാമോ? നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്നെല്ലാം പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ്. ആ രോഗങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് ഒരു 70% രോഗങ്ങളും പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം, കൊളസ്ട്രോളിൻ്റെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിലുണ്ടാവുക, ഒബേസിറ്റി, സ്ഥൗല്യം തുടങ്ങിയ ഗ്രൂപ്പുള്ള ഒരു രോഗങ്ങൾ 70%-ഓളം നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ ഇവയെ പെടുത്താൻ പറ്റും. ഇതെല്ലാം ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന രോഗങ്ങളാണ്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായും ഏതെല്ലാം ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്? കാരണം ഡോക്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞു, ഒബേസിറ്റി ആണെങ്കിൽ പോലും, അതുമാത്രമല്ല, ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ഒരു മാറ്റങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്? അതിൽ തന്നെ ആയുർവേദത്തിൽ അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്? ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് പ്രമേഹം തന്നെയാണ്. പ്രമേഹവും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന ഹൃദ്രോഗം, അതാണ് പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മരണത്തിനും അതുപോലെ തന്നെ എല്ലാവിധ ഓർഗൻ ഡാമേജിനും പ്രധാനമായിട്ടും കാരണമാകുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളതും പ്രമേഹം തന്നെയാണ്. പിന്നീട് വരുന്ന ഇതിനെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ, ആപത്ത് ഘടകങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ പ്രമേഹത്തെയൊക്കെ നാം വിവക്ഷിക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് ശരീരത്തിൽ പലതരത്തിലുള്ള എല്ലാ അവയവങ്ങളിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എൻഡ് ഓർഗൻസ്, അതുപോലെ തന്നെ കാർഡിയാക് കംപ്ലയിൻസ്, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള വിപത്തിലേക്ക് പോകുന്നു.
ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഡോക്ടർ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വ്യായാമ രീതികൾ മാറുന്നു, ഭക്ഷണ രീതികൾ മാറുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കിപ്പോൾ വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതും ഇപ്പോൾ ചെറുപ്പക്കാരെ പോലും ബാധിക്കുന്നു എന്നതാണ്. യുവതലമുറയിലെ ആൾക്കാരെ പോലും ഇത് ബാധിക്കുന്നു. ചെറുപ്പക്കാരൊക്കെ പൊടുന്നനെ മരണത്തിന് കീഴടങ്ങുന്നു. ഇപ്പോൾ ചെറിയൊരു തലചുറ്റലായിരിക്കാം, അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു മരണത്തിലേക്കുള്ളൊരു നീക്കമാവുന്നു. അതിൻ്റെ കാരണം എന്താണ്? പ്രധാനമായിട്ടും അങ്ങനെ ഒരു ചെറുപ്പക്കാരിൽ യുവതലമുറയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടത് ഹൃദ്രോഗം, ഹൃദയ സ്തംഭനം മൂലമുള്ള മരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഈ ഹൃദ്രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന, അതിൽ ഭൂരിഭാഗവും ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന, അത് തെറ്റായ ആഹാരക്രമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യായാമ ഇല്ലായ്മ മൂലമോ മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലമോ ജോലിയുടെയോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൻ്റെയോ ഭാഗമായിട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹൃദയസ്തംഭനമാകാം. അതുകൂടാതെ തന്നെ പ്രധാനമായിട്ടും ഇന്ന് കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ വ്യാപകമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൃദയത്തിൻ്റെ, നമ്മൾ അറിയാതെ രോഗികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തലമുറയിൽ അറിയാതെയോ ശ്രദ്ധിക്കപ്പെടാതെയോ പോകുന്ന ഹൃദ്രോഗം, ഘടനാപരമായിട്ടുള്ള വൈകല്യം മൂലമുണ്ടാകുന്ന ഹൃദ്രോഗം ആണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാവുന്നത്. അപ്പോൾ ഡോക്ടർ, എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ ജീവിതശൈലി കൊണ്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നത്? ഇപ്പോൾ പല ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്, വ്യായാമങ്ങളുണ്ട്. അപ്പോൾ ആയുർവേദം പറയുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ആയുർവേദ ശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും എല്ലാ രോഗങ്ങൾക്കും ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ്, ഹൃദ്രോഗം ഉണ്ടാകാനായിട്ടുള്ള എല്ലാവിധ ആപത് ഘടകങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സിനും പ്രത്യേകമായിട്ടുള്ള ചികിത്സകൾ വിധിക്കുന്നുണ്ട്. പ്രമേഹത്തിനായാലും ഹൃദ്രോഗത്തിനായാലും അതുപോലെ തന്നെ ഒബേസിറ്റി, സ്ഥൗല്യം, രക്താതിമർദ്ദം, ഇങ്ങനെയുള്ള എല്ലാവിധ റിസ്ക് ഫാക്ടേഴ്സ്, ഇതെല്ലാം പ്രധാനപ്പെട്ട രോഗങ്ങൾ തന്നെയാണെങ്കിലും ഹൃദ്രോഗവും അതുമൂലമുണ്ടാകുന്ന മരണത്തിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആപത് ഘടകങ്ങളാണ്. അത് നിയന്ത്രിക്കുന്നതിനും രോഗം വന്നവരിൽ ചികിത്സിക്കുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള ആഹാരക്രമങ്ങൾ, വ്യായാമങ്ങൾ എല്ലാം വ്യക്തമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ആയുർവേദത്തിൽ കൃത്യമായി വ്യായാമത്തിനെ പറ്റിയും പ്രതിപാദിക്കുന്നു എന്നത്. അങ്ങനെയാണെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ വഴിയൊക്കെ പലതരത്തിലുള്ള വ്യായാമങ്ങൾ, ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അനാരോഗ്യകരമായ വ്യായാമങ്ങളും അല്ലെങ്കിൽ ഡയറ്റും അതും ആൾക്കാരുടെ ജീവിത രീതിയിലെ ജീവിതശൈലിയെ, അവരുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ആഹാര രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രോഗം വന്നവരിലും അതുപോലെ തന്നെ രോഗം വരാൻ സാധ്യതയുള്ളവർക്ക്, അതുപോലെ തന്നെ രോഗം വരാതിരിക്കുന്നതിന് ആരോഗ്യമുള്ള ഒരു ഗ്രൂപ്പും, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് വിഭജിക്കാം. അതിൽ ഇപ്പോൾ രോഗം വന്നവരിൽ പ്രത്യേകിച്ചും ചികിത്സകൾ നിർദ്ദേശിക്കുന്ന ആ ഒരു പ്രകരണത്തിൽ തന്നെ രോഗികൾക്കാവശ്യമായിട്ടുള്ള ആഹാരങ്ങളും പഥ്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വസ്ഥവൃത്തം എന്ന് പറയുന്ന ഒരു ചികിത്സാ വിഭാഗമുണ്ട് ആയുർവേദത്തിൽ. അതിൽ രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ടും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ആഹാരക്രമങ്ങളും പഥ്യങ്ങളും അതുപോലെ തന്നെ അപഥ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വ്യായാമത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യായാമം രോഗികൾക്കും അതുപോലെ തന്നെ രോഗം വരാൻ സാധ്യതയുള്ളവർക്ക്, രോഗമില്ലാത്തവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള വ്യായാമ മുറകളാണ് അനുശാസിക്കുന്നത്. അത് രോഗിയുടെ ശരീരത്തിൻ്റെ ബലം, രോഗത്തിൻ്റെ ബലം, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വ്യായാമം നിശ്ചയിക്കുവാൻ. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ രോഗികൾക്കും ഒരു നിശ്ചിത തരത്തിലുള്ള വ്യായാമം നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കൂടുതലായിട്ടും ഇപ്പം ഹൃദ്രോഗികളുടെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമം എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകിച്ച് ഹൃദ്രോഗികളിൽ പെട്ടെന്നൊരു ദിവസം ചെന്ന് വ്യായാമം ചെയ്യാനായിട്ട് തുടങ്ങാൻ പാടില്ല. അങ്ങനെയുള്ളവരിൽ അതിനാവശ്യമായിട്ടുള്ള കുറേ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വേണം ഈ പറയുന്ന വ്യായാമങ്ങൾ തുടങ്ങുവാനായിട്ട്. ഹൃദ്രോഗികളിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പമ്പിങ്, ഇജക്ഷൻ ഫ്രാക്ഷൻ എത്രയുണ്ടെന്ന് നോക്കുന്നതും
അതുപോലെ തന്നെ എക്കോകാർഡിയോഗ്രാം പോലെയുള്ള ടെസ്റ്റുകൾ കൊണ്ട് ഹൃദയത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള വൈകല്യങ്ങൾ, വാൽവുലാർ ഡിസീസ്, അതുപോലെ തന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അത് സൈലൻ്റായിട്ട് സിംറ്റംസ് ഇല്ലാതെ വരുന്ന കുറേ അവസ്ഥകളുണ്ട് ഹൃദ്രോഗത്തിൻ്റെ ഘടനാപരമായ വൈകല്യങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഈ പറയുന്ന വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ളൊരു വൈദ്യനിർദ്ദേശം നമ്മൾ തേടേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമേ വ്യായാമം തുടങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരുപാട് സമയം വ്യായാമം ചെയ്യുന്നതിന് പകരമായിട്ട് അത് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് വേണം വ്യായാമം ശീലിക്കുവാനായിട്ട്. ഇതാണ് പ്രധാനമായിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്നവരിലാണ് ഈ പറയുന്ന പെട്ടെന്നുള്ള ആപത്തുകളെല്ലാം ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. മാനന്തവാടിയിൽ നിന്ന് ലൈലയാണ്. ലൈല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. പറഞ്ഞോളൂ. എൻ്റെ പേര് ലൈല. ഞാൻ മാനന്തവാടിയിൽ നിന്നാണ് വിളിക്കുന്നത്, വയനാട്. എനിക്ക് കൊളസ്ട്രോൾ നല്ലപോലെ ഉണ്ട്. അപ്പൊ അതിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. കൊളസ്ട്രോളിന്റെ ഇപ്പം രക്തത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കുമോ? 200ന്റെ മേലെയാണ്. കൊളസ്ട്രോളിന്റെ നമ്മൾ എത്രത്തോളം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അത് ആപത്തിന് റിസ്ക് ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതിനോടനുബന്ധിച്ച് കൊളസ്ട്രോളിനോട് ചേർന്ന് തന്നെ മറ്റ് റിസ്ക് ഫാക്ടർ ആയിട്ടുള്ള ഹൃദ്രോഗമോ അതുപോലെ തന്നെ പ്രമേഹമോ ഹൈപ്പർ ടെൻഷൻ രക്താതിമർദ്ദമോ ഉള്ള രോഗികളിൽ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതിൻ്റെയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ മാത്രമുള്ള രോഗികളിൽ ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതും രണ്ട് രീതിയിലാണ്, വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാവർക്കും ഒരു കൃത്യമായ അളവിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കണം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ന് വെച്ചാൽ ഇതിനോട് ചേർന്നിട്ടുള്ള മറ്റ് ഹൃദ്രോഗത്തെയും അതുപോലെ തന്നെ സ്ട്രോക്ക് മുതലായവ ഉണ്ടാകുന്ന രോഗങ്ങളിലേക്ക് വഴിതെളിക്കാവുന്ന മറ്റ് ഘടകങ്ങൾ ഈ പറയുന്ന പോലെ പ്രമേഹമോ അല്ലെങ്കിൽ രക്താതിമർദ്ദമോ അല്ലെങ്കിൽ ഒബേസിറ്റിയോ ഒക്കെ ഈ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ ഹൈപ്പർ കൊളസ്ട്രോളിമിയ എന്ന് പറയുന്ന കണ്ടീഷൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഈ കൊളസ്ട്രോളിൻ്റെ അളവ് മാത്രം രക്തത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് ശരിയായ അതിൻ്റെ ലിപ്പിഡ് ലോവറിങ് തെറാപ്പി എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ആഹാര രീതികൾ, വ്യായാമം അത് ഫോളോ ചെയ്ത ശേഷം കൊളസ്ട്രോളിൻ്റെ അളവിൽ മാറ്റം വരുന്നില്ല എങ്കിൽ മാത്രമാണ് ഔഷധം എടുക്കാനായിട്ട് പറയുന്നുള്ളൂ. അങ്ങനെയുള്ള രോഗികളിൽ എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ ആഹാരവും നിയന്ത്രിച്ച് വ്യായാമവും ചെയ്ത് കൊളസ്ട്രോളിൻ്റെ അളവ് അത് ഒരു 3 മാസത്തേക്ക് ലിപ്പിഡ് ലോവറിങ് തെറാപ്പി എന്ന് പറയുന്നത് 3 മാസത്തേക്ക് ആണ് സാധാരണ പറയുന്നത്. അപ്പം ചില രോഗികളിൽ നമുക്ക് കാണാൻ പറ്റും ആഴ്ചയിൽ പോയിട്ട് കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. 3 മാസത്തിലൊരിക്കൽ കൊളസ്ട്രോളിൻ്റെ അളവ് നോക്കാവുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന ആഹാരവും അതുപോലെ തന്നെ വ്യായാമവും നിയന്ത്രിച്ച് 3 മാസത്തിന് ശേഷം കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കുറവ് കാണുന്നില്ലെങ്കിൽ മാത്രമാണ് ഇതിനുള്ള ഔഷധങ്ങൾ എടുക്കേണ്ടത്. ആയുർവേദ ശാസ്ത്രത്തിൽ ഈ പറയുന്ന രീതിയിൽ ആഹാരവും അതുപോലെ തന്നെ വ്യായാമവും അതുപോലെ തന്നെ ഔഷധങ്ങളും വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പറയുന്നുണ്ട്. ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു ചികിത്സകനെ സമീപിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരി, പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞത് യുവതലമുറയിൽ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ യുവതലമുറയിൽ നിന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഷുഗറൊക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ വരുന്നത്? അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജീവിതശൈലിയിൽ എന്ന് വെച്ചാൽ കുട്ടികൾ വ്യായാമമില്ലാതെ ഇരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായ കൊഴുപ്പും മധുരവും ചേർന്നിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുക, പിന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, കുട്ടികളിൽ പഠനത്തിനോടനുബന്ധിച്ചുള്ള മാനസികമായ സമ്മർദ്ദം, ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ
പ്രധാനമായും സ്കൂളുകളെ കേന്ദ്രീകരിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ഇത്തരം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളും ക്യാമ്പുകളുമൊക്കെ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് നമ്മുടെ ആയുർവേദ സ്ഥാപനങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. അത് ഒരു പരിധിവരെ ഇപ്പോൾ നമുക്ക് പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കുന്നുമുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. എടക്കരയിൽ നിന്ന് ഫാത്തിമയാണ്. ഫാത്തിമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് സോഡിയം കുറയുന്നല്ല, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉണ്ട്. എത്ര വയസ്സുണ്ട്? 76-77 വയസ്സുണ്ട്. മരുന്ന് ഇൻസുലിൻ 2 നേരം അടിച്ചിട്ടുണ്ട്, 3 നേരം ഗുളിക കഴിക്കുന്നുണ്ട് ഷുഗറിന്. ഇപ്പം ആയുർവേദ മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതും ഇടയ്ക്ക് കഴിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെ? അതും ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യര് പറയുന്ന ഈ ഡോക്ടറെ മരുന്ന് നിർത്താൻ പറ്റൂല. അത് എത്രത്തോളം ഈ പറഞ്ഞതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മറ്റ് വ്യാപത്തുകൾ, ഹൃദ്രോഗം പോലെയോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് എത്രത്തോളം ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് ഉള്ളതിനെ അനുസരിച്ചിരിക്കും ഈ പറയുന്ന മരുന്നുകൾ എത്രത്തോളം ശരീരത്തിൽ. എന്ന് വെച്ചാൽ 2 മരുന്നുകളും ഒരുപാട് ഇപ്പം പ്രഷർ BP കൂടുതലുള്ള രോഗത്തിന് വേണ്ടിയിട്ട് ഇപ്പം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൽ തന്നെ കൺട്രോൾ ചെയ്യുക, ആ രോഗത്തെ കൺട്രോൾ ചെയ്യുക. ഡയബറ്റീസിൻ്റെ ആണെങ്കിലും ഇൻസുലിൻ ആണെങ്കിൽ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ രോഗത്തെ കൺട്രോൾ ചെയ്യുന്നതാണ്, നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഒരുപാട് മരുന്നുകൾ 2 രീതിയിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് അതിൻ്റെ ക്ഷീണവും അതുപോലെ തന്നെ അത് ദഹിക്കാനായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഡോക്ടർ, ഒരു സംശയം കൂടി. ഇപ്പോൾ പ്രേക്ഷക വിളിച്ചപ്പോൾ പറഞ്ഞു ആയുർവേദവും ഉപയോഗിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അത് തീർച്ചയായും ആരോഗ്യത്തെ കൂടുതൽ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് മാറില്ലേ? അങ്ങനെയല്ല. ഇത് പ്രമേഹം ഉള്ള ഒരു രോഗി ഇൻസുലിനോ മറ്റു മരുന്നുകളോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന കോമോർബിഡിറ്റീസ് എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻസ്, ഇപ്പം പെരിഫറൽ ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് മാറുകയും എന്നാൽ ഈ പറയുന്ന ഔഷധങ്ങൾ കൊണ്ട് ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ നമ്മുടെ മരുന്നുകൾ കൂടി ചേർത്ത് ഉപയോഗിക്കാൻ ആഡ് ഓൺ തെറാപ്പി കൊണ്ട് അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആഡ് ഓൺ തെറാപ്പി കൊണ്ട് ഫലപ്രദമായ രീതിയിൽ ഇത് രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ആലത്തൂരിൽ നിന്നും. ബാലകൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഈ ജീവിതശൈലി രോഗമായിട്ടേ ചെറുപ്പക്കാരിൽ ആരും ഈ ആയുർവേദം താല്പര്യപ്പെടുന്നില്ല. മരുന്ന് 30 മുതൽ 50 വയസ്സ് വരെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളവർ മാത്രമാണ് ആയുർവേദം കഴിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ പറയുന്നത് അതൊക്കെ പതുക്കെ മാറുള്ളൂ, അതെല്ലാം സമയമെടുക്കും, അപ്പോൾ പെട്ടെന്ന് മാറണമല്ലോ, അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നാ കഴിക്കാൻ നല്ലത് എന്ന് പറയാറുണ്ട്. അതിനെ പറ്റി എന്താ ഡോക്ടർ പറയാറുള്ളത്? ജീവിതശൈലി രോഗങ്ങളിൽ ഏതാണ് പെട്ടെന്ന് മാറിയിട്ടുള്ളത്? ജീവിതശൈലി രോഗങ്ങൾ വളരെ കാലമെടുത്തിട്ട് ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്ക്, ശരീരത്തിലെ കോശങ്ങൾക്കെല്ലാം വളരെ ദീർഘകാലം എടുത്തിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗമാണ് ജീവിതശൈലി രോഗങ്ങൾ. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ജീവിതശൈലി രോഗങ്ങൾ ഒരിക്കലും ശരീരത്തിൽ നിന്ന് ഏത് ഔഷധം കഴിച്ചാലും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കത് അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റും, തുടക്കത്തിലൊക്കെ. പക്ഷേ ഒരുപാട് കാലമായിട്ടുള്ള ഒരു പ്രമേഹമോ അല്ലെങ്കിൽ രക്താതിമർദ്ദമോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയ അവസ്ഥയോ ഒന്നും രോഗി മരുന്ന് നിർത്തിക്കോ എന്ന് പറയാനായിട്ട് ഒരു ശാസ്ത്രത്തിലും സാധിക്കുകയില്ല. അപ്പം ഈ പറയുന്ന ചെറുപ്പക്കാരിൽ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റ് ഔഷധങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അത് ഉപയോഗിക്കാനായിട്ടുള്ള ചെറിയ ഒരു
പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓ അത് ശരി. ഓക്കെ ഓക്കെ. ഈ പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇനി ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? നമ്മുടെ ആയുർവേദ കോളേജുകളിൽ ലഭ്യമായ നൂതന ചികിത്സാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ആയുർവേദ കോളേജുകളിൽ ഇത് സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് സ്വസ്ഥവൃത്തം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ കീഴിൽ രോഗികൾ ഇപ്പം രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രോഗസാധ്യതയുള്ളവരും അവർ രണ്ട് ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ രോഗം വരാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, അവർ അനുവർത്തിക്കേണ്ട ആഹാരങ്ങൾ, അതുപോലെ തന്നെ വ്യായാമങ്ങൾ, അതെല്ലാം യോഗാസനങ്ങൾ, അതെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര വിഭാഗമുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ആളുകളിൽ, എന്നാൽ അവർക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും ഇല്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതചര്യകൾ നിർദ്ദേശിക്കുന്ന വിഭാഗവും ഈ സ്വസ്ഥവൃത്ത വിഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വന്നിട്ടുള്ള രോഗികൾക്ക് കായചികിത്സാ വിഭാഗത്തിൻ്റെ കീഴിൽ പ്രത്യേകിച്ചിട്ടുള്ള ചികിത്സകൾ എന്ന് വെച്ചാൽ ജനറൽ ഒ പിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഒ പികൾ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ എല്ലാ വെള്ളിയാഴ്ചയും 1 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഹൃദ്രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഹൃദ്യം എന്നു പേരിലുള്ള കാർഡിയോളജിയുടെ സ്പെഷ്യൽ ഒ പി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്നത് പോലെയുള്ള ഹൃദ്രോഗം വരാതിരിക്കാനായിട്ടുള്ള റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ ഹൃദ്രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ, ഇവയെല്ലാം ലഭ്യമാണ്. കൂടാതെ ഈ രോഗങ്ങൾ ഹൃദ്രോഗം സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ സംബന്ധിച്ചിട്ട് ഒരുപാട് PG വിദ്യാർത്ഥികളും PhD വിദ്യാർത്ഥികളും അധ്യാപകരും ആയുർവേദ കോളേജുകളിൽ ഗവേഷണങ്ങൾ നടത്തുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ കീഴിൽ തന്നെ യോഗ ക്ലബ്ബുകൾ, ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ ക്ലബ്ബുകൾ എല്ലാ പഞ്ചായത്ത് തോറും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന ആർദ്ര മിഷൻ്റെ ഭാഗമായിട്ട് സ്ക്രീനിങ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ സ്ക്രീനിങ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയോളം ജനങ്ങളിൽ അങ്ങനെയുള്ളൊരു സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് വേണ്ടിയിട്ട് ആയുഷ് വകുപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ കൗൺസിൽ മിനിസ്ട്രി തന്നെ ഈ പറയുന്ന ഗവേഷണങ്ങൾ, ഈ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഗവേഷണങ്ങൾ നടത്തുവാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഫണ്ടുകൾ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കും നൽകുന്നുണ്ട്. അങ്ങനെ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി, അതോടൊപ്പം തന്നെ ശാരീരിക ആരോഗ്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇനി സംസാരിക്കുമ്പോൾ മാനസിക ആരോഗ്യത്തെപ്പറ്റി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആയുർവേദ ശാസ്ത്രത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് വെറും രോഗമില്ലാത്ത ഒരു അവസ്ഥയല്ല, അത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നല്ല ഗുഡ് കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസാദമുള്ള ഒരവസ്ഥ എന്നും കൂടിയാണ് ആരോഗ്യം എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിലുള്ളത്. അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സമഗ്രമായിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു ജീവിത ചര്യകളും ആഹാരങ്ങളും വിഹാരങ്ങളും വ്യായാമങ്ങളുമാണ് ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ പ്രേക്ഷകരൊക്കെ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ള ആളുകളോട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ ഇപ്പോൾ ഫോർമുലേഷൻസ് എല്ലാം മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ കഴിക്കാനും അസൗകര്യമുള്ള രോഗികൾക്കായിട്ട് ടാബ്ലറ്റുകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന ഞങ്ങളുടെ ഡെക്കോക്ഷൻസ്, കഷായങ്ങളുടെ സാഷകൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെയുള്ള ഫോർമുലേഷൻസിൻ്റെ മോഡിഫിക്കേഷൻസ് ഉണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്.
ഡോക്ടർ, ഇപ്പോൾ നമ്മളോട് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് അമലാണ്. അമൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ഗൗട്ടിനെ കുറിച്ചാണ്. ആർത്രൈറ്റിസ് ഒക്കെ ഇല്ലേ? പറഞ്ഞോളൂ. അപ്പം എനിക്ക് 31 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാനാണെങ്കിൽ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ കാലിനിടയ്ക്ക് നീര് വെക്കും. അപ്പം ബ്ലഡ് ചെക്ക് ചെയ്തപ്പം അത് ഗൗട്ടിന്റെ ആണെന്നാണ് പറഞ്ഞത്. യൂറിക് ആസിഡിന്റെ ലെവൽ ബ്ലഡിൽ കൂടുതലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഞാൻ വേറെ ഒരു മരുന്നും കഴിക്കുന്നില്ല, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റെഡ് മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ? ആയുർവേദത്തിൽ ഈ പറയുന്ന ഗൗട്ടി ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗവേഷണങ്ങൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിലൊക്കെ PG വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്നുണ്ട്. വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ് ഈ പറയുന്ന ഗൗട്ടി ആർത്രൈറ്റിസിനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഗൗട്ട് വരാനായിട്ടുള്ള യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടാനായിട്ടുള്ള ഭക്ഷണം അത് വളരെ പ്രധാനമാണ്. അത് നമ്മൾ പ്യൂരിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ, ആഹാരങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ ആഹാരങ്ങളിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ആയുർവേദ മരുന്നുകളും കൂടെ സേവിക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ് നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ സാധിക്കും. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. അങ്ങനെ വലിയൊരു വിഭാഗം ജനങ്ങളെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചതും ജീവിതശൈലി രോഗങ്ങളാണ്. അതിൽ ആയുർവേദത്തിൽ പ്രതിവിധി എന്ത്, പരിഹാര മാർഗങ്ങൾ എന്ത് എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ VG മിനിയാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.